ആദ്യത്തെ ദിവസം വന്നു റിസൾട്ട് വന്നില്ല, പറഞ്ഞില്ല. പിറ്റേ ദിവസം റിസൾട്ട് പറയാൻ വേണ്ടി അവർ പിന്നെയും എക്സാം ഹോളിൽ കയറ്റി. അപ്പോൾ തൊട്ട് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വന്ന് ഉടമ്പടി എടുക്കാം, എനിക്കിപ്പോൾ അറിയണം ഞാൻ പാസ്സായോ തോറ്റോന്ന്. അപ്പോൾ കൃപാസനത്തെ മാതാവിൻ്റെ ഒരു കുഞ്ഞ് 2 ഫോട്ടോ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോയിൽ 2 പേരുടെ രൂപങ്ങൾ കണ്ടുവന്നു. അതിൽ ആദ്യത്തെ കൊച്ചിനെ എനിക്ക് നല്ലപോലെ അറിയാം, എൻ്റെ കൂടെ പഠിക്കുന്ന രേവതി എന്ന് പറഞ്ഞ കൊച്ചാണ്. രണ്ടാമത്തെ ആളെ എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കുറച്ച് സമയം കണ്ടുള്ളൂ, പെട്ടെന്ന് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഫോട്ടോ ഇതിനകത്ത് തെളിഞ്ഞു വന്നിട്ടില്ല, ആകെ 2 പേരുടെ ഫോട്ടോയിൽ തെളിഞ്ഞു വന്നില്ല. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇവർ 2 പേരായിരിക്കും ചിലപ്പോൾ പാസ്സാവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ അറിയണം ഞാൻ പാസ്സായോ ഇല്ലയോ എന്ന്, എനിക്കിപ്പോൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ കണ്ണടച്ചപ്പോൾ എൻ്റെ മുന്നിൽ എഫ് എന്നുള്ള ലെറ്റർ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാസിന് പി അല്ലേ വരേണ്ടത്, ഇത് എഫ് ആണല്ലോ, അപ്പോൾ ഞാൻ തോറ്റൂല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടി നിനക്ക് കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, വേറെ 2 പേരെ ജയിച്ചോളൂ നമ്മുടെ ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ? അപ്പോൾ പറഞ്ഞു രേവതിയും കതിർ എന്ന് പറഞ്ഞ കൊച്ചാ ജയിച്ചേ. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി കൃപാസന മാതാവ് ഇതിൽ കട്ടയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ട്. കാരണം ഒട്ടും വിശ്വാസമില്ലാത്ത എന്നെ കൃപാസന മാതാവിനെ കൊണ്ട് വിളിപ്പിച്ച് ഫോട്ടോയിൽ രൂപം കളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉടമ്പടി എടുക്കണം. ഇത്രയും ഞാൻ ഇത് അത്ഭുതമാണോ എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ നിന്നോ ഇങ്ങനെയൊക്കെ ആവോ എന്ന്